എല്ലാ കൂട്ടുകാർക്കും എഡ്യൂഫേസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 ഡിസംബർ 12 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. വിവിധ മത്സര പരീക്ഷകൾ, ക്വിസ് മത്സരങ്ങൾ, PSC പരീക്ഷകൾ ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് വളരെയധികം സഹായകമാകുന്ന പോയിന്റുകളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്കും അതുപോലെ തന്നെ PDF നോട്ട്സും കിട്ടാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9778027141 എന്ന നമ്പറിലേക്ക് ജോയിൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: കേന്ദ്ര AI ലാബ് നിലവിൽ വരുന്ന കേരളത്തിലെ സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ് കേന്ദ്ര AI ലാബ് നിലവിൽ വരുന്ന കേരളത്തിലെ സ്ഥലം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ അടിസ്ഥാന വിദ്യാഭ്യാസ കോഴ്സുകൾ ലഭ്യമാക്കുകയാണ് ഉദ്ദേശം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ, AI മേഖലയിൽ അടിസ്ഥാന വിദ്യാഭ്യാസ കോഴ്സുകൾ ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം പുതുതായിട്ട് ഒരുപാട് നൂതന കോഴ്സുകളൊക്കെ AI മേഖലയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കോഴിക്കോട് കേന്ദ്ര AI ലാബ് നിലവിൽ വരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ തുടങ്ങുന്ന AI ഡാറ്റ ലാബ് പദ്ധതിയുടെ ഭാഗമായാണ് ലാബ് നിലവിൽ വരുന്നത്. ഇപ്പം ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വരുന്നൊരു പദ്ധതിയാണ് AI ഡാറ്റ ലാബ് എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വരുന്നത്. മിനിസ്റ്റർ ടു റെയിൽവേസ്, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ്. അപ്പം റെയിൽവേ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അപ്പോൾ AI ലാബ് നിലവിൽ വരുന്ന കേരളത്തിലെ സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. AI മേഖലയുമായി ബന്ധപ്പെട്ട നൂതന കോഴ്സുകൾ പഠിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ, തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള പരാതി അറിയിക്കാൻ കേന്ദ്ര സർക്കാർ സൗകര്യപ്പെടുത്തിയ ആപ്ലിക്കേഷനാണ് ജൻ മനരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് നേരത്തെയുള്ള ആപ്ലിക്കേഷനാണ്, പക്ഷേ അതിൽ ഒരു സൗകര്യം കൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ സൗകര്യം ഇതാണ്: തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നതാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള പരാതി അറിയിക്കാൻ കേന്ദ്ര സർക്കാർ സൗകര്യപ്പെടുത്തിയ ആപ്ലിക്കേഷൻ്റെ പേര് ജൻ മനരേഖ എന്നുള്ളതാണ്. അഥവാ ജനങ്ങളുടെ മനസ്സിൻ്റെ രേഖ അറിയിക്കുക, അഥവാ ജനങ്ങൾക്കുള്ള പരാതികൾ അറിയിക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ്റെ പേര് മറക്കരുത്, ജൻ മനരേഖ എന്നാണ്. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള പരാതി അറിയിക്കാൻ കേന്ദ്ര സർക്കാർ സൗകര്യപ്പെടുത്തിയ ആപ്ലിക്കേഷൻ. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഹാജർ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ജൻ മനരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഹാജർ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ജൻ മനരേഖ. അപ്പോൾ അതോടൊപ്പം തന്നെ പഠിച്ചു നോക്കുക, 2005 തൊഴിലുറപ്പ് നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഇനി ബഹിരാകാശ ഗവേഷണ രംഗത്തെ സ്വകാര്യ കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലാണ് സ്പേസ് ആക്ടിവിറ്റി ബിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ അവരൊക്കെ നിയമം മൂലം നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലാണ് സ്പേസ് ആക്ടിവിറ്റി ബിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ISROയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളുടെയൊക്കെ കൃത്രിമോപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അപ്പോൾ ISROയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. സ്വകാര്യ കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലാണ് സ്പേസ് ആക്ടിവിറ്റി ബിൽ. അതായത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ കമ്പനികളെ നിയന്ത്രിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലാണ് സ്പേസ് ആക്ടിവിറ്റി ബിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത പോയിന്റ് ഇതാണ്: സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ ഇത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകൾ വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം നോട്ട് ചെയ്യുന്നതാണ്. പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ അവരുടെ വകുപ്പുകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ വാർത്ത പ്രാധാന്യം നേടുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടത് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? പാലക്കാടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കോഴിക്കോട് AI ലാബ് നിലവിൽ വരുന്ന കാര്യമാണ്. ഇത് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? പാലക്കാടാണ്. അപ്പോൾ ഓൾറെഡി
കേരളത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നൊരു പദ്ധതി കൊച്ചി ആസ്ഥാനമായിട്ട് നിലവിൽ വരുന്നതിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ കേട്ടു. ടീകോം എന്ന് പറയുന്ന ദുബായ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി അതിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ പ്രധാന ഭാഗമാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി ബംഗളൂരു നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു വ്യവസായ ഇടനാഴി വരുന്നുണ്ട്. ആ വ്യവസായ ഇടനാഴിയുടെ പ്രധാന ഭാഗമാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്. പുതിയ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ചുമതലയേറ്റതാരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഇനി വരുന്ന പരീക്ഷകൾ, ക്വിസ് മത്സരങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. പുതിയ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്രയാണ്. സ്ഥാനമൊഴിയുന്ന ആരാണ്? ശക്തി കാന്തദാസ് ആണ്. സ്ഥാനമൊഴിഞ്ഞത് ശക്തി കാന്തദാസ് ആണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം എവിടെയാണ്? മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ആരായിരുന്നു? ഓസ്ബോൺ അർക്കൽ സ്മിത്ത് ആണ്. നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് ഒരു സ്വകാര്യ ബാങ്ക് എന്ന രീതിയിൽ റിസർവ് ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ദേശസാൽക്കരിച്ച് നമ്മുടെ റിസർവ് ബാങ്കായിട്ട് മാറിയതാണ്. അപ്പം റിസർവ് ബാങ്ക് ഒരു സ്വകാര്യ ബാങ്കായിട്ട് ആരംഭിച്ച സമയത്ത് ആദ്യത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു ഓസ്ബോൺ അർക്കൽ സ്മിത്ത് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്? CD ദേശ്മുഖാണ്. അപ്പോൾ ദേശത്തിൻ്റെ മുഖം സംരക്ഷിച്ചു എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ബ്രിട്ടീഷുകാർ അതിൻ്റെ ഗവർണർമാരായിട്ട് തുടക്കം കുറിച്ചു. പിന്നെ നമ്മുടെ ദേശത്തിൻ്റെ മുഖം സംരക്ഷിച്ചുകൊണ്ട് ദേശ്മുഖ് എന്ത് ചെയ്തു? ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആയി മാറി എന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ ആ പേര് നമുക്ക് മറക്കാതെ പഠിക്കാം. ഇനി ഫിഫ 2034 ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ്? സൗദി അറേബ്യയാണ്. അപ്പോൾ ഇന്നലെയാണ് ഫിഫയുടെ 2034 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി തീരുമാനിച്ചത്. അത് സൗദി അറേബ്യയാണ്. ഓസ്ട്രേലിയ രംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയ അവസാനം പിന്മാറിയതിനെ തുടർന്ന് എതിരില്ലാതെ സൗദി അറേബ്യയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഫിഫ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ആണ് എന്ന കാര്യം പഠിച്ചു വെക്കുക. ഫിഫ ലോകകപ്പിൻ്റെ വേദികളൊന്ന് ശ്രദ്ധിക്കുക, ചോദിക്കാറുണ്ട്. 2022 ഇപ്പം അവസാനമായിട്ട് കഴിഞ്ഞ 2022 വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലായിരുന്നു. അർജൻറ്റീനയാണ് കിരീടം നേടിയത്. അതുപോലെ തന്നെ 2026 വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് US, മെക്സിക്കോ, കാനഡ മുതലായിട്ടുള്ള രാജ്യങ്ങളിലാണ്. 2026 നടക്കാൻ പോകുന്നത് US, മെക്സിക്കോ, കാനഡ മുതലായ രാജ്യങ്ങളിലാണ്. 2030 സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ മുതലായിട്ടുള്ള രാജ്യങ്ങളിലുമാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. കഴിഞ്ഞത് 2022 ഖത്തറിലാണ്. 2026 തൊട്ടടുത്ത് നടക്കാൻ പോകുന്നത് US, മെക്സിക്കോ, കാനഡയിൽ. അത് കഴിഞ്ഞ് 2030 സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അത് കഴിഞ്ഞ് 2034 സൗദി അറേബ്യയിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഉന്നത വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.